നമസ്കാരം. അമേരിക്കയിലെ ടെന്നസിയിൽ കഴിഞ്ഞ ദിവസമാണ് 20 യാത്രക്കാരുമായി ഒരു സ്കൈ ഡൈവിംഗ് വിമാനം തകർന്നു വീണത്. പക്ഷേ അത്ഭുതകരമെന്ന് തന്നെ പറയണം, ഈ വിമാനത്തിലെ ഒരു യാത്രക്കാർക്ക് പോലും ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത്. ചില യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില അത്ര ഗുരുതരമൊന്നുമല്ല. നിസ്സാരമായി പരിക്കേറ്റ ആളുകളെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയക്കുകയായിരുന്നു. ഈ വിമാനത്തിൻ്റെ അപകട കാരണം എന്താണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വിമാനത്തിന് 58 വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അമേരിക്ക പോലെയൊക്കെ ഉള്ള ഒരു വലിയ വികസിത രാജ്യത്ത് 58 വർഷം പഴക്കമുള്ള വിമാനങ്ങളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരുപക്ഷെ സ്കൈ ഡൈവിങ്ങിന് മാത്രമായി ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം സർക്കാർ ഈ വിമാനങ്ങൾക്ക് പറക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. പറന്നുയർന്ന് നിമിഷങ്ങൾക്കകമാണ് വിമാനം തകർന്നു വീണത്. റൺവേയുടെ ഒരു 1000 മീറ്റർ ചുറ്റളവിൽ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പലതും ചിതറിക്കിടക്കുകയാണ്. വിമാനത്തിൻ്റെ ചിറക് ഒടിഞ്ഞു തെറിച്ചിരുന്നു. പറന്നുയർന്ന വിമാനം പെട്ടെന്ന് തന്നെ താഴേക്ക് വരികയും ഒരു മരത്തിലിടിച്ച ശേഷം താഴെയുള്ള പുല്ലിലേക്ക് മൂക്കുകുത്തി വീഴുകയുമാണ് ചെയ്തത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ചില യാത്രക്കാർക്ക് ചില്ലറ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. പക്ഷേ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ വിമാനം ഇത്രയും ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടും അതിൽ യാത്രക്കാർക്കൊന്നും തന്നെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാത്തതിന് ഇപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നത് വിമാനത്തിൻ്റെ പൈലറ്റിനെയാണ്. വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ പേരോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും അവിടുത്തെ ഏവിയേഷൻ സംഘടനകളൊക്കെ തന്നെ പൈലറ്റിൻ്റെ കഴിവ് കൊണ്ടാണ് വിമാനം ഇടിച്ചിറക്കേണ്ടി വന്നുവെങ്കിൽ പോലും വലിയ അപകടം കൂടാതെ നിലത്തിറക്കാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. വിമാനത്തിലെ പല യാത്രക്കാരും പൈലറ്റിൻ്റെ പ്രാഗൽഭ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഈ വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന ജോയ് എന്ന വ്യക്തിയുടെ അനന്തരവളും ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ച് അവർ കുറിപ്പിട്ടിട്ടുണ്ട്. ജോയ്ക്ക് വാരിയലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനന്തരവൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സ്കൈ ഡൈവിങ്ങിൻ്റെ സംഘാടകരായ സംഘടനയുമൊക്കെ തന്നെ പൈലറ്റിനെയാണ് ഇപ്പോൾ അഭിനന്ദിക്കുന്നത്. കാരണം 58 വർഷം പഴക്കമുള്ള ഒരു വിമാനം ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടിട്ടും ജീവഹാനിയൊന്നും ഉണ്ടാകാതെ നിലത്തിറക്കാൻ കഴിഞ്ഞത് പൈലറ്റിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്നാണ് അവരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ അപകടത്തിന് തൊട്ട് മുമ്പ് ഈ വിമാനത്താവളത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് കണ്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്നാണ് വിമാനം താഴേക്ക് എത്തി മരത്തിലിടിച്ച് മറിഞ്ഞത്. എന്നാൽ ടെന്നസിയിലെ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ അപകടം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഈ സ്കൈ ഡൈവിങ്ങിൻ്റെ ഇൻസ്ട്രക്ടറായ ജസ്റ്റിൻ ഫുള്ളറും ഈ വിമാനത്തിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും പൈലറ്റിനെ തന്നെയാണ് അഭിനന്ദിക്കുന്നത്. ആർക്കും ഒരു അപകടവും സംഭവിക്കാത്തതിന് അദ്ദേഹവും നന്ദി രേഖപ്പെടുത്തുകയും എല്ലാവരും തങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വിമാന അപകടം നടന്ന് നിമിഷങ്ങൾക്കകം തന്നെ രക്ഷാപ്രവർത്തകർ വിമാനത്തിനടുത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. അതും അപകട സാധ്യത ഇല്ലാതാക്കി എന്നാണ് യാത്രക്കാർ പറയുന്നത്. പെട്ടെന്ന് തന്നെ തങ്ങളെ വിമാനത്തിൽ നിന്ന് പുറത്തെത്തിക്കാനും അടിയന്തര ശുശ്രൂഷ നൽകാനും ഒക്കെ തന്നെ വിമാനത്താവളത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഒരു ദൈവസ്പർശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അത്ഭുതകരമായിട്ടാണ് ഈ യാത്രക്കാരെല്ലാവരും ഇത്രയും പഴക്കമുള്ളൊരു വിമാനം തകർന്നു വീണിട്ടും ജീവഹാനി കൂടാതെ രക്ഷപ്പെട്ടത്.